ഇറാനോട് ഒരു കാര്യം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ റഷ്യ പറഞ്ഞിരിക്കുകയാണ്. മോസ്കോയുടെ എല്ലാ പിന്തുണയും ടെഹ്റാൻ ഉണ്ടായിരിക്കും ഏത് പോരാട്ടത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും. ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് ഇറാൻ ഇതുവരെയും നൽകിയില്ലായിരുന്നു. ഉപാധികളോടെ തന്നെയാണ് ഇറാനുമായി റഷ്യ സൗഹൃദത്തിൽ ഏർപ്പെട്ടത്. എന്നാൽ സൗഹൃദം കൂടുതൽ ഊഷ്മളമാവുകയും അത് എണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുല്യ ദുഃഖിതരായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന രീതിയിൽ അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ, ഏറ്റവും ഒടുവിൽ ഹോർമൂസ് കടലിടുക്കിൽ ചുങ്കം പിരിവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ പരിപൂർണമായ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇറാൻ്റെ ഉപാധികൾ, ഇറാൻ ഇപ്പോൾ ഒമാനുമായി സഖ്യം ചേർന്നുകൊണ്ട്, അതായത് ഒരു നീക്കുപോക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒമാനും ഇറാനും തങ്ങളുടെ തീരത്തൂടെ പോകുന്ന കപ്പലുകളിൽ നിന്നും ചുങ്കം പിരിവെടുത്ത് അതൊരു വലിയ റവന്യൂ ആക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളെ അമേരിക്ക അടക്കം നാറ്റോ രാജ്യങ്ങൾ എതിർക്കുമ്പോൾ റഷ്യ രംഗത്ത് വരികയാണ്. റഷ്യയോടൊപ്പം തന്നെ ഫ്രാൻസും സ്പെയിനും ഈ കാര്യത്തിൽ പിന്തുണ അറിയിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരിക്കലും അമേരിക്ക പത്തി പൊക്കില്ല. അമേരിക്കയുടെ നെറുകേടുകൾക്ക് പാത്രമായ ഒരു രാജ്യം. അമേരിക്ക കാരണം ഇറാൻ്റെ വരുമാനത്തിൽ ഉണ്ടായ ഇടിവ് അത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ശതകോടികളുടെ ഈ നഷ്ടം നികത്തിയെടുക്കണമെങ്കിൽ ഇറാന് മറ്റ് വഴികൾ ആശ്രയിച്ചേ തീരൂ. അതിന് കൃത്യമായും ഇത് ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയാണ്. ഒരുപക്ഷെ അമേരിക്കയായി ചൊറിഞ്ഞ ഒരു തുടക്കം, അമേരിക്കയുടെ ചൊറിച്ചിലിന് കൃത്യമായ മറുപടിയും കിട്ടിയിരിക്കുകയാണ്. ഇസ്രായേലിനെയും അമേരിക്കയും ഒരുപോലെ പൂട്ടാൻ ഇറാന് കൂടുതൽ സഖ്യം ആവശ്യമാണ്. GCC രാജ്യങ്ങൾ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകില്ല. കാരണം അമേരിക്കൻ എംബസി കൂടുതൽ തുടങ്ങാൻ GCC രാജ്യങ്ങൾ അനുമതി നൽകില്ല. അങ്ങനെ അനുമതി നൽകിയാൽ ഇറാൻ അതെല്ലാം തച്ചുടയ്ക്കുമെന്ന് നന്നായി കുവൈറ്റിനും അതുപോലെ തന്നെ ഖത്തറിനുമൊക്കെ അറിയാം. അവരുടെ അമേരിക്കയിലെ എയർബേസുകൾ തകർത്തതിൻ്റെ ദുരനുഭവം മുൻപ് ഉള്ളതുകൊണ്ട് തന്നെ അവരാരും പുതിയ ഒരു വഴക്കിന് മുതിരില്ല. സൗദിയുടെ അഹങ്കാരം ഒരു എല്ല് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദിയുടെ ഈ അഹങ്കാരത്തിന് ഇറാൻ വളരെ വൈകാതെ തന്നെ നല്ല മറുപടി കൊടുക്കുമെന്നും എല്ലാവരും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. സൗദി കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം സൗദിയെ സംബന്ധിച്ചിടത്തോളം അരാംകോ എണ്ണപ്പാടം ഇറാൻ്റെ അധീനതയിൽ പിടിച്ചെടുക്കാൻ വേണമെങ്കിലും ഇറാൻ ഒരു പോരാട്ടം നടത്തും. സൗദിയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനെ തള്ളിവിടരുത് എന്നാണ് ഇപ്പോൾ മുജ്തബ ഖമേനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അത് സൗദി താങ്ങില്ല എന്നും അമേരിക്ക പഴയതുപോലെ സൗദിയെ സഹായിച്ചു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇനി അമേരിക്കയുടെ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായാൽ ഇറാൻ അതിൻ്റെ എല്ലാ അശിടും തീർക്കും. അതിനുവേണ്ടിയുള്ള ഇറാൻ്റെ നിതാന്തമായ പരിശ്രമം, അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി വരും ദിവസങ്ങളിൽ ഇറാൻ്റെ പോരാട്ടം അസാമാന്യമായിരിക്കും.